ദിസ് ഇസ് ജിത്തു. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ ദർശനം ഗുരുവായൂർ മാത്രമാക്കണോ? നമുക്ക് അടുത്തുള്ള ആനക്കോട്ടയും പിന്നെ വെറും 4 കിലോമീറ്റർ മാത്രം ദൂരത്തിലുള്ള ഒരു അടിപൊളി ബീച്ചും സന്ദർശിച്ചാലോ? അമ്പലത്തിൽ മണിക്കൂറുകളോളം ക്യൂ നിന്ന് ക്ഷീണം പമ്പ കിടക്കുകയും ചെയ്യും. ഞങ്ങൾ ആനക്കോട്ടയിൽ നിന്നും നേരെ പോയത് ചാവക്കാട് ബീച്ചിലേക്കാണ്. അതിമനോഹരമായ ഒരു വാക്ക്വേയുള്ള വിശാലമായ ബീച്ചാണിത്. കുഞ്ഞൻ എടുക്കാൻ വയ്യാത്തൊരു ബാഗും വലിച്ചുകൊണ്ട് നടക്കുകയാണ്. ചോദിച്ചിട്ട് അവനത് തരുന്നില്ല. മണൽ കണ്ടപ്പോഴത്തേക്കും അവൻ മണ്ണപ്പം ചുട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കുട്ടികൾക്കായിട്ടുള്ള വലിയൊരു പാർക്കുണ്ട്. ജയന്റ് വീല്, കൊളംബസ്, ടോയ് ട്രെയിൻ, ബീച്ച് സഫാരി, ജീപ്പ് റൈഡ്, പിന്നെ മിനി വാഗമൺ വരെ ഉണ്ട്. എന്നാൽ ഏറെ ആകർഷകമായത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്. ഞാൻ ആദ്യമായാണ് ഇത്തരമൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറുന്നത്. അടിപൊളി അനുഭവമായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു, നല്ല ക്ഷീണം. തിരികെ കയറി കിസ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു ചിക്കു, ടെൻഡർ കോക്കനട്ട്, ഷാർജ ഷേക്ക് എന്നിവ ഓർഡർ ചെയ്തു. കൂടെ 2 ഐസ്ക്രീമും ഒരു പൊട്ടറ്റോ ടൊർണേഡോയും. ആഹാ, എന്താ ടേസ്റ്റ്! കുറച്ചു നേരം അവിടെ വിശ്രമിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് തിരികെ യാത്ര ആരംഭിച്ചു. അപ്പോൾ ഗുരുവായൂർ പോകുന്നവർ ഈ 2 സ്ഥലങ്ങളും ഓർത്തു വെച്ചു. പുന്നത്തൂർ ആനക്കോട്ടയും ചാവക്കാട് ബീച്ചും. രണ്ടും വർത്താണ്. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. അതുവരെ ബൈ ഫ്രം ജിത്തു. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. താങ്ക്